ഹായ് ഹലോ. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. ഇവിടെ തന്നെയുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ഇനി ഇപ്പം പറയാൻ പോകുന്നതെന്നറിയാം, നമ്മളിപ്പം നമുക്ക് നമ്മൾ ഓപ്പോസിറ്റായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മളങ്ങ് പേടിച്ച് പിന്മാറണോ? വേണ്ട. ഒരുപാട് അർഹതയില്ലാത്തവരത് നമ്മൾ ചിന്തിക്കണ്ട. ഒരുപാട് അർഹതപ്പെട്ടവർ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ടല്ലേ കെ എസ് ആർ ടി സിയിൽ. അർഹതയില്ലാത്തവർ പോകുന്നത് അധികം പോവില്ല, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നിൽക്കും. അർഹതപ്പെട്ടവർക്ക് അതെപ്പം കിട്ടും. കുറേ പാവങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തിനു ഈ പ്രൈവറ്റ് ബസ്സുകാരിങ്ങനെ കരയുന്നുണ്ട്? ഒക്കെ ഓപ്ഷനുണ്ട്. ഇപ്പം നമ്മൾ ട്രെയിൻ യാത്ര ചൂസ് ചെയ്യുന്നത് എന്തിനാണ്? അധിക പേഷ്യൻസും ട്രെയിൻ ചൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ നിന്ന് നമുക്ക് വെള്ളം, ഫുഡ് ഒക്കെ കിട്ടുന്നുണ്ട്, ടോയ്ലറ്റ് സൗകര്യം. എല്ലാവരും ഓടിച്ചടി കയറാൻ പറ്റുന്നവരും ഭയങ്കര എനർജറ്റിക് ആയവരും മാത്രമല്ല ഈ ലോകത്തുണ്ട്. ഒരുപാട് ഹോസ്പിറ്റൽ കേസും ഒരുപാട് ജന്മന പരിമിതിയുള്ളവരും മാനസിക പരിമിതിയുള്ളവരും ഒരുപാട് ആൾ യാത്ര ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾ നമ്മളെ എല്ലാ ക്രയവിക്രയത്തിനും ഇൻവോൾവ് ആണ്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അപ്പോൾ ഞങ്ങൾക്കാളില്ല എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ്സുകാർക്കൊക്കെ എന്തെങ്കിലും റെഡിമെയ്ഡ് സ്നാക്സ്, നല്ല ഗുണനിലവാരമുള്ള നല്ല സ്നാക്സ് കുറച്ചൊരു ചീപ്പായിട്ട് പല ബസ്സിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങിക്കോട്ടെ, ഒരു മിനിറ്റ് നിർത്തുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തെറിയാണ്, തെറി. നമ്മൾ മിക്കവാറും ജീവിതത്തിൽ കേൾക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല നല്ല തെറികൾ പ്രൈവറ്റ് ബസ് കണ്ടക്ടർമാരുടെ അടുത്തുനിന്നും ഡ്രൈവർമാരുടെ അടുത്തുനിന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഫോൺ വിളിച്ചിട്ട് നീ എവിടെ എത്തി, അവനുണ്ടോ കെ എസ് ആർ ടി സിക്കാർ ചോദിക്കുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടും ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടും ഭയങ്കരമായിട്ട് കുറച്ച് കൂടുതൽ അഹങ്കരിച്ചിട്ടായിരുന്നു പ്രൈവറ്റുകാർ യാത്ര. ഇപ്പോൾ അവർ അവിടുന്ന് ഇവിടുന്നെല്ലാം ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട്. നിങ്ങൾ ഒരാളെ മുന്നിലും തോറ്റു കൊടുക്കരുത്. സർക്കാർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഒരു സംവിധാനം, അവർ പല പല ഐഡിയാസ് കാണും. അതുപോലെയുള്ള എഫിഷ്യൻ്റായിട്ടില്ലേ നല്ല നല്ല മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും. സാധാരണക്കാർക്ക് വേണ്ടി പലതും കാണും. പല പല പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ കാണും. അപ്പം നമ്മൾ മാറി നിന്നിട്ട് അയ്യേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് നിങ്ങളെ വീട്ടിലെ അച്ഛനും അമ്മയും നിങ്ങളമ്മ, നിങ്ങളെ പെങ്ങൾ, നിങ്ങളെ മക്കളൊക്കെ യാത്ര ചെയ്യുന്നുണ്ടാവും കെ എസ് ആർ ടി സിയിൽ. അത് ഇപ്പം പറയാൻ കാരണം, നിങ്ങൾക്കൊരു ഗ്ലാസ് ഒരു 1/2 ലിറ്ററിൻ്റെ എങ്കിലും ഒരു ബോട്ടിൽ വെള്ളം, ചെറിയ യാത്ര ആയിക്കോട്ടെ, ആവശ്യക്കാർക്ക് പൈസക്ക് മതി, പൈസ കൊടുത്താൽ മതി. 10 രൂപയാണെന്നൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ വെള്ളത്തിന്. പയ്യന്നൂരൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തുമാത്രം വെള്ളത്തിന് കൈ നീട്ടുന്ന കാഞ്ഞങ്ങാടിലെ യാത്രക്കാർ, പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നെല്ലാം ചാടി കയറുന്നവരുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് ഫിൽറ്റർ കോഫി, ബസ്സിലൊരു കോഫീൻ്റെ ഇത് ഫിറ്റ് ചെയ്യാം. എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരു സ്നാക്സ്, നമുക്ക് ടിക്കറ്റ് മുറിക്കുന്ന പോലെ തന്നെ അവരോട് ഒരു സ്നാക്സും ഒരു കോഫിയും വേണമെന്ന് പറഞ്ഞാൽ ആവശ്യക്കാർക്ക് കഴിക്കാം. സംവിധാനങ്ങൾ കൂടുമ്പോൾ ചിലപ്പോൾ ഈ ഹൈടെക് ലേഡീസ്, ഒരുപാട് പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന ലേഡീസ് കുറച്ചും കൂടി ഹൈടെക് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ബസ്സിലേക്ക് വരും. മനസ്സിലായോ? ഇപ്പം നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ AC ഉണ്ട്, നോൺ AC ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്. AC തന്നെ പല ടൈപ്പ്, 3 ടൈപ്പ്, 2 ടൈപ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം അവരവരെ സാമ്പത്തികത്തിനനുസരിച്ചിട്ടാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നതും ബസ്സിൽ കയറുന്നതും ട്രെയിനിൽ കയറുന്നതും കാറിൽ കയറുന്നതും. ഇപ്പോൾ കാർ എടുത്ത് പോകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്
നമുക്ക് സൗകര്യമുള്ളിടത്ത് നിർത്താം, നമുക്ക് സൗകര്യമുള്ള പോലെ യാത്ര ചെയ്യാം. അതേപോലെ നിങ്ങൾ ലേഡീസിനോട് നിങ്ങൾക്ക് എവിടെയാണോ നിർത്തേണ്ടത് അവിടെ നിർത്തിത്തരാമെന്നൊന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ പയ്യന്നൂരിൽ നിന്ന് കയറുമ്പം ലാത്ര മാത്രമേ എനിക്ക് സ്റ്റോപ്പുള്ളൂ, ലാത്ര മാത്രമേ ഇനി സ്റ്റോപ്പുള്ളൂ എന്ന് പറയണ്ട. നിങ്ങൾ ലാത്ര കഴിഞ്ഞിട്ട് വിളയാങ്കോട് ഒന്ന് നിർത്തിക്കൊടുക്ക്. നിങ്ങൾ മത്സരിച്ച് ഓട്ടവും വൃത്തികേടും പറയലൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് നിങ്ങൾ ഹൈറ്റൊക്കെ ആവ്. പിന്നെ പ്രൈവറ്റ് ബസ്സിൻ്റെ സീറ്റിൽ അടുത്ത സീറ്റിന് മുട്ടിയിട്ട് ഇരിക്കാനാവില്ല. കുറച്ച് തടി കൂടുതലുള്ളവരാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിലെ യാത്ര അരോചകമാണ്. പിന്നെ നമ്മൾ 4 ദിവസം കഴിച്ച ഫുഡിൻ്റെ എനർജി ഉണ്ടെങ്കിലും നിങ്ങളെ ഗ്ലാസ് ഒന്നും നീക്കാൻ പറ്റൂല. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് പ്രൈവറ്റിലെല്ലാവരും യാത്ര ചെയ്യുന്നു. KSRTCൻ്റെ പ്രത്യേകത ഫ്രീ എന്നുള്ളതൊന്നുമല്ല, ഭയങ്കര ഓപ്പൺ എയറാണ്. നമുക്ക് നല്ല വെളിച്ചമുണ്ട്, വായുവുണ്ട്. അതുകൊണ്ട് കുറേ യാത്ര ചെയ്യുമ്പോൾ അസ്വസ്ഥതയുള്ളവരൊക്കെ KSRTCക്ക് പ്രിഫറൻസ് കൊടുക്കുന്നവരുണ്ട്. അതേപോലെ നിങ്ങൾ അവരാരോടും മത്സരിച്ചോടുന്നത് കൂടുതലായിട്ട് കണ്ടിട്ടില്ല. എത്ര ആളെ തട്ടിക്കൊന്നു, എത്ര ആൾ മരിച്ചു. KSRTCക്ക് ഇല്ല എന്നല്ല, പ്രൈവറ്റുകാരത് കുറച്ച് മത്സരോട്ടം, കുറച്ച് അഹങ്കാരം കൂടുതൽ തന്നെയായിരുന്നു. കണ്ണൂർ പയ്യന്നൂർ ബസ്സിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കരമാണ്. അപ്പോൾ ഈ കുറേ ഇപ്പം പലയാളും പരാതി എന്നാണ്, സാമ്പത്തികമുള്ളവർ KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നതാണ്. അവർ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ആയിക്കോട്ടെ. അതിൽ പിന്നെ ഒരു കാര്യമുണ്ട്. ഞാൻ KSRTC കയറിയിട്ട് ചോദിച്ചു, എനിക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ടിക്കറ്റ് ഇല്ല, ഓക്കെ 0. അപ്പം അങ്ങനെ വേണ്ടാന്ന് വിചാരിക്കുന്നവരും ഇപ്പോൾ TTയിലൊക്കെ യാത്ര ചെയ്യുന്ന ആ സമയത്ത് ആ ബസ് വന്നാൽ പിന്നെ കയറാതിരിക്കണോ? ലേഡീസ് കയറണം. അപ്പം KSRTCനെക്കാട്ടി നിങ്ങൾ കുറച്ചും കൂടി സൗകര്യമാക്കി നോക്ക്. ഇപ്പോൾ വൈകുന്നേരം യാത്ര കഴിഞ്ഞിട്ട് വരുന്ന ലോക്കൽ ബസ്സിലായാലും കാപ്പി സ്നാക്സൊക്കെ എല്ലാവരും വാങ്ങും. ഒരു കുപ്പി വെള്ളം വാങ്ങും, ചോക്ലേറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ വാങ്ങും. പല ആളും ബസ്സിലൊക്കെ കയറിയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പലരും ലേഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ചിലർ ഷുഗർ ലോ ആയിട്ട് മുട്ടായി ഉണ്ടോ ചോദിക്കും. അങ്ങനെ പലതും. അപ്പോൾ സൗകര്യങ്ങൾ കൂടുമ്പോൾ സൗകര്യത്തിൽ യാത്ര ചെയ്യാൻ നിങ്ങളെ പുറകെ തന്നെ വരും സ്ത്രീകൾ. അല്ല കാപ്പി സ്നാക്സൊന്നും വേണ്ട, ഇത് ബസ്സിൻ്റെ പൈസ തൽക്കാലം എൻ്റെ കയ്യിലില്ല, KSRTC കയറിക്കോട്ടെ. പിന്നെ അതുമല്ല, ഇതൊന്നും വേണ്ട, എനിക്ക് ഓസിന് തന്നെ പോകണം, അത് പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. പിന്നെ അടുത്തത് ഇതേപോലെ പ്രൈവറ്റ് ബസ്സുകാർ ഇത്രയും സംവിധാനമുള്ളവർ ഈ വെള്ളം അപ്പം ഇതൊക്കെ ആര് കൊടുക്കും? ഇതൊക്കെ ആര് മാനേജ് ചെയ്യും, ക്ലീൻ ചെയ്യും എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഇപ്പം മിക്കവാറും സ്കാനിങ് ഉണ്ട്. വളരെ അപൂർവം പ്രായമുള്ളവർ മാത്രമാണ് ഇല്ലാത്തത്. അവർ ശരിക്കും ഈ നമ്മൾക്ക് എന്ത് പരിമിതിയാണോ വെക്കുന്നത് അപ്പോഴാണ് നമ്മളത് ഓവർകം ചെയ്യാൻ നോക്കുന്നത്. ആ ടിക്കറ്റ് എടുക്കുന്ന പോലെ കണ്ടക്ടർക്ക് അവർ പൈസ തരും. അപ്പം നമ്മൾ അതിൻ്റെ ചില്ലറയൊക്കെ ആയിട്ട് തന്നെ കയറും. നമുക്കിപ്പോൾ ബസ്സിൽ നിന്ന് കാപ്പി പിടിക്കണം, ഒരു 10 രൂപ എക്സ്ട്രാ ചില്ലറയാക്കി വെക്കാം, അങ്ങനെ തന്നെ കയറും. നിങ്ങളത് ഏൽപ്പിച്ചിട്ട് തന്നിട്ട് തന്നെ പോവും. എത്ര ഷുഗർ പേഷ്യൻസ് ഉണ്ടാവും സഫർ ചെയ്തിട്ട് KSRTCയിലും പ്രൈവറ്റിലും ഇരിക്കുന്നത്. 1 മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും അതൊരു കാപ്പിയെല്ലാം കുടിച്ച് ഒരു സ്നാക്സൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ ആൾ വരും. ഒന്നുമില്ല, മുന്നേ എല്ലാം നമ്മൾ പറയലുണ്ട് ആ ബസ്സിന് പോവാൻ, നല്ല പഴയ മലയാളം പാട്ട് കേൾക്കാമെന്ന്.
ഒരു നല്ല പഴയ മലയാളം പാട്ടൊക്കെ വെച്ച് കുറച്ചൊരു ഓപ്പൺ എയറും ഇതേപോലെ എന്തെങ്കിലും കോഫിയും സ്നാക്സും കുറച്ച് നല്ല ചോക്ലേറ്റും. എത്ര സ്ഥലമുണ്ട് ഒരു ബസ്സിന്. ആ ഫ്രണ്ടിലൊരു സ്കാനിങ്ങിൻ്റെതും വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് പോകാം. ഇനി ഡ്രൈവറെ ശ്രദ്ധ വരുമെന്നുണ്ടെങ്കിൽ അല്ലാത്ത എത്രയോ സ്ഥലമുണ്ട്. ഇപ്പോൾ അലിഖിതങ്ങളായ ഒരുപാട് കാര്യം ബസ്സിൽ നടപ്പിലാക്കുന്നുണ്ട്. ഡോറിൻ്റെ തൊട്ട് പിറകിലിരുന്ന ആ ആൾ ഡോറ് തുറക്കണം, അടക്കണം. അത് ആരും എവിടെ എഴുതി വെച്ചതൊന്നുമല്ല. അതേപോലെ ഇതിപ്പം ആർക്കും പ്രശ്നമില്ലാത്ത കാര്യമാണെങ്കിൽ അതിനൊരു ഒബ്ജക്ഷനൊന്നും വരാൻ സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഈ വെറുതെ അലമുറയിട്ടിട്ട് ഞങ്ങൾ പിന്നെ പണിയില്ല, ഞങ്ങൾക്ക് പണിയില്ല, ഞങ്ങൾക്ക് വേറൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഈ പണിയേ അറിയൂ, എൻ്റെ അമ്മ രോഗിയാണ്, അച്ഛൻ രോഗിയാണ്, നിങ്ങൾ അഹങ്കാരം ചില്ലറയൊന്നായിരുന്നില്ല. നിങ്ങൾക്ക് ബദൽ സംവിധാനം നിങ്ങൾ കണ്ടെത്തണം. ബദൽ മീൻസ് നിങ്ങളുടെ ബിസിനസ് ഒന്ന് ഒരു ഗതിയില്ലാത്തവരൊന്നും അല്ല ബസ് ഓടിക്കുന്നത്. ഒരു ഫിൽറ്റർ കോഫീൻ്റെ മെഷീനും കുറച്ച് സ്നാക്സും വെക്കാൻ ഗതിയില്ലാത്തവരൊന്നും അല്ല ഒരു ബസ്സിൻ്റെ ഓണർ. പിന്നെ നിങ്ങൾ പറയുന്നത് ഇപ്പം ആരും ഇല്ല എന്നല്ലേ. അപ്പം സമയം ഇഷ്ടം പോലെ ഉണ്ടാവും, സ്പേസ് ഉണ്ടാവും. പഴയ ഡയലോഗ് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോൾ അത് അക്ഷരം പ്രതി അങ്ങനെ ആയി. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ബസ്സിൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. നിങ്ങൾ ആ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലത്ത് പിന്നെ ഫില്ല് ചെയ്യേ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ചിട്ട്. ഇപ്പം ഒരാൾ തകർക്കാൻ നോക്കുമ്പോൾ നമ്മളങ്ങ് തകരലാണോ? ആണോ? 150 ആൾ ഒപ്പിട്ടു പിന്നെ പുറത്താക്കി എന്നൊക്കെ എന്നെക്കുറിച്ച് ഭയങ്കരമായി അവളെ ജോലി പോയി. എൻ്റെ ജോലി എവിടെയും പോയിട്ടില്ല, ഞാനും എവിടെയും പോയിട്ടില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് KSRTC നന്നായിട്ട് ആൾക്കാരൊന്ന്, KSRTCക്കാരങ്ങനെ കെയറിങ്ങൊന്നുമില്ല, അവർക്കിപ്പോൾ ഫ്രീ കിട്ടിയെന്നേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നൊന്നുമില്ല ജനങ്ങളെ. നിങ്ങളൊന്ന് മര്യാദയ്ക്ക് നല്ല സ്വഭാവത്തിലെല്ലാം പെരുമാറി അവർക്ക് പറയുന്ന സ്ഥലത്തൊന്ന് നിർത്തിക്കൊടുത്ത് അവർക്ക് അവർ പറയുന്ന സ്ഥലത്ത് നിന്ന് അവരെ കയറ്റി ഇതുപോലെ ചെറിയ ഒരു വെള്ളത്തിൻ്റെ കിറ്റും ഒരു സ്നാക്സിൻ്റെതും ഒരു കോഫിയൊക്കെ വെക്ക്. ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഞാനിപ്പോൾ 23 വർഷമായിട്ട് യാത്ര ചെയ്യുന്നത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ആണുങ്ങളൊക്കെ ചിലപ്പം അടുത്ത ടൗണിൽ ഇറങ്ങി ഒരാളെ കണ്ട് കാപ്പിയെല്ലാം കുടിച്ച് അങ്ങനെ ഒരു സിഗരറ്റെല്ലാം വലിച്ചിട്ടൊക്കെ ബസ് കയറുന്നുണ്ടാവും. സ്ത്രീകൾ മിക്കവാറും സഹിച്ച് ജോലിയും കഴിഞ്ഞ് പച്ചക്കറി വാങ്ങി മത്സ്യവും വാങ്ങി ഒരുപാട് റിസ്ക് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ എന്ത് ചായ ഓടിക്കയറും. ആ ഓടിക്കയറുന്നവർക്ക് സാധനമെല്ലാം ഒരു ഭാഗത്ത് വെച്ച് ഒരു കാപ്പിയും കുടിച്ചിരിക്കാൻ പറ്റും. അത് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും. ഈ ഷെയ്ക്ക് ചെയ്യുമ്പം മറിയാതെ നിൽക്കുന്ന ഗ്ലാസ്സുകൾ എല്ലാം കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വീണെങ്കിൽ കിട്ടാത്ത എന്ത് സംഭവമുണ്ട്. ഇനി പോട്ടെ, നിങ്ങൾ ബസ്സുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഒരു അതിന് തയ്യാറായ ഒരാളെ നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾക്ക് ബസ്സുകാർക്ക് ഇനി യാതൊരു ഉത്തരവാദിത്വവും വേണ്ട. നിങ്ങളുടെ ബസ്സിൽ ഇത്രയും ഫെസിലിറ്റീസ് ഒരുക്കുന്ന ഒരു ഡീലറെ കണ്ടെത്തണം. നിങ്ങളതിനൊന്നും വാങ്ങണ്ട, ആളെ ഏറ്റെടുത്തോളൂ ആ ഉത്തരവാദിത്വം. അയാൾ ആ മെഷീൻ ഘടിപ്പിക്കും, ആവശ്യക്കാർക്ക് കോഫി കൊടുക്കും, സ്നാക്സ് കഴിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഫ്രീ, കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഫ്രീ, ക്ലീനർക്കും. എന്താ പറ്റൂലേ? കുറേ ആൾക്ക് തൊഴിലും കിട്ടും, കുറേ ആൾ സുഖമായിട്ട് യാത്രയും ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു ടിക്കറ്റും കിട്ടും. കാപ്പീൻ്റെ ആൾ എങ്ങനെ പോയാലും ഒരു 2-3 ട്രിപ്പ് അടിക്കുമ്പോഴേക്കും ഒരു 2000 രൂപയൊക്കെ ഒഴിഞ്ഞു കിട്ടും. ഞാൻ അങ്ങനത്തെ ബസ്സിലാണ് കയറുക. അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുണ്ടാവും. ഉള്ളവർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. മഴയൊക്കെ ആയതുകൊണ്ട് ഇരുട്ടാണ്, ലൈറ്റ് ഇട്ടിട്ട്. പിന്നെ ലേഡീസൊക്കെ വരും, ഞാൻ ആ ബസ്സിൽ ഇങ്ങനെ സപ്ലൈ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. ട്രെയിൻ അങ്ങനെയല്ലേ? ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുക.
അറപ്പും വെറുപ്പും കുട്ടികളെ പുറത്ത് നിർത്തലും. എത്ര കുട്ടികൾ പപ്സ് കഴിക്കും? ജോളിയായിട്ടങ്ങ് പോവാലോ. നല്ല സംവിധാനമാണ്. നിങ്ങൾക്ക് നഷ്ടമുണ്ടെങ്കിൽ അത് നികത്താം. നിങ്ങൾ തന്നെ ഏറ്റെടുത്താൽ പുറത്ത് നാളെ വെച്ചാലും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. കുറച്ചൊന്ന് ആഴത്തിൽ ചിന്തിക്കടേ, മൂങ്ങാതെ. മൂങ്ങരുത്. മൂങ്ങിയാൽ നമ്മളെ മൂങ്ങിയെടുത്തിരിക്കും. ഒന്ന് ഹൈടെക് ആയിട്ട് ചിന്തിക്കുക. വളരട്ടെ, സംവിധാനങ്ങൾ വളരട്ടെ, ടാക്സുകൾ സർക്കാരിന് പോട്ടെ, ഗവൺമെൻറ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനാവട്ടെ, പാവങ്ങൾക്ക് ഗുണം കിട്ടട്ടെ. കെ എസ് ആർ ടി സിനെ മാത്രം പറഞ്ഞ് കുറേ എണ്ണ അവിടെ നിന്ന് ഇവിടെ നിന്ന് മൂങ്ങുന്നു. ബസ്സോട്ടം നിർത്തലാക്കുമെന്ന് പറയുന്നു. നിർത്തലാക്കിയാൽ അതിൻ്റെ ഉള്ളിൽ അയ കെട്ടി തുണിയിടേണ്ടി വരും. പുതിയതെന്തെങ്കിലും കണ്ടുപിടിച്ചാലോ? ഞെട്ടും. കേരളം കണ്ട് ഞെട്ടട്ടെ. പ്രൈവറ്റ് ബസ്സുകാരെ ബുദ്ധി. മോങ്ങരുത്. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് വരട്ടെ.